നമസ്കാരം, ഐറാസ് പാരഡൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ അയോണ അർജുൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഡാൻഡ്രഫിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിലർക്കൊക്കെ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എന്തോരം മെഡിസിൻ കഴിച്ചാലും എന്തോരം ഓയിൽ യൂസ് ചെയ്താലും ഷാമ്പു യൂസ് ചെയ്താലും ഇത് മാറാറില്ല. നമ്മളുടെ അടുത്ത് വീണ്ടും വീണ്ടും ഇവരിങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു സങ്കടം തോന്നാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഡാൻഡ്രഫിൻ്റെ വിഷയങ്ങളുള്ളവർ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ ഇനി പറയാൻ പോകുന്നത് ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർ കഴിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ചില ആഹാരങ്ങളാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല മാറ്റം ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടാം. അത് ഏതൊക്കെയാണെന്ന് ഞാൻ വിവരിച്ചു തരാം. ഡാൻഡ്രഫ് ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ടൊന്ന് പറയാം. അധികം ആൾക്കാർക്ക് അറിയില്ലാത്ത ഒരു പ്രധാന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഡൈജഷനുമായിട്ട് ഡാൻഡ്രഫിന് നല്ല ബന്ധമുണ്ട്. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസുമായിട്ടും ഈ ഡാൻഡ്രഫിന് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ ഡാൻഡ്രഫ് പകുതി വഴി നിങ്ങൾക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങൾ മസ്റ്റായിട്ട് ഒഴിവാക്കേണ്ട ഒന്നാണ് തൈര്. നിങ്ങൾ തൈര് പൂർണ്ണമായി ഒഴിവാക്കണമെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും തൈര് കഴിക്കുന്നത് നിങ്ങൾക്ക് ഡാൻഡ്രഫ് കൂട്ടാനുള്ള വിഷയങ്ങളുണ്ടാവും. അതുകൊണ്ട് തൈര് നിങ്ങൾ മാക്സിമം ഒഴിവാക്കണം. അടുത്തതായി എനിക്ക് പറയാനുള്ളത് വെജിറ്റബിൾസിലാണെങ്കിൽ വഴുതന നിങ്ങൾ നന്നായിട്ട് ഒഴിവാക്കണം. വഴുതന ഒരു രീതിയിലും കഴിക്കാൻ പാടില്ല. വഴുതനങ്ങ ഈ ഡാൻഡ്രഫ് കൂട്ടാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. വഴുതനങ്ങ നിങ്ങളുടെ ഫുഡിൽ നിന്ന് തന്നെ അങ്ങ് കുറയ്ക്കുക. അടുത്തതെന്ന് പറയുന്നത് ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഡീപ്പ് ഫ്രൈ ഒരുപാട് എണ്ണയിൽ പൊരിച്ചതായിട്ടുള്ള ഫുഡൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. അത് ഡാൻഡ്രഫ് കൂട്ടും. അടുത്തതായി ഉള്ളത് നമ്മൾ ധാരാളമായിട്ട് ഈസ്റ്റ് ചേർത്ത ഫുഡ് ഐറ്റംസ് കഴിക്കുന്നുണ്ട്. അതായത് ഇഡലി അതുപോലെ ദോശയൊക്കെ നമ്മൾ നന്നായിട്ട് ഈസ്റ്റ് ഇട്ടാണ് സാധാരണഗതിയിൽ വീട്ടിലുണ്ടാക്കാറ്. അത് നിങ്ങളൊന്ന് ക്രമേണ കുറച്ച് അതൊന്ന് റെഡിയാക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ എന്തെല്ലാം കഴിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തെല്ലാം ഫുഡ് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ടത് വാൾനട്ട്സും ഫ്ലാക്സ് സീഡ്സും ഒക്കെയാണ്. അതൊക്കെ നിങ്ങളുടെ ഡാൻഡ്രഫ് കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ കൂട്ടുകയാണെങ്കിൽ നല്ലത്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ബയോട്ടിനും ഫോളിക് ആസിഡും ഒക്കെ നമുക്ക് ധാരാളം ഉള്ളത് നല്ലത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ omega-3 ക്യാപ്സ്യൂൾസ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഫ്രൂട്ട്സിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അവക്കാഡോ ആണ്. ലീഫി വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചീരയുടെ ഇല, അതുപോലെ പയറിൻ്റെ ഇല, ഇതൊക്കെ നിങ്ങൾ തോരനായിട്ടോ കഴിക്കുകയോ അല്ലെ സാലഡ് രൂപത്തിലൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നിങ്ങൾക്ക് ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഒക്കെ നിങ്ങളുടെ ആഹാര രീതിയിൽ ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഈ മരുന്നിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള ഫുഡ് ഡയറ്റും കൂടെ പാലിക്കുമ്പോൾ തന്നെ ഡാൻഡ്രഫ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾക്ക് മാറുന്നില്ലെങ്കിൽ ഇതും കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്.